നമസ്കാരം. ജിയോയുടെ ഭാഗത്തിൽ നിന്ന് കുറച്ച് ന്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഒരുപാട് പേർക്ക് സംശയം ജിയോ നിരക്ക് കൂട്ടില്ല എന്നൊക്കെ. എന്തായാലും ഔദ്യോഗികമായി ജിയോയുടെ ഭാഗത്തു നിന്ന് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ന്യൂസ് ഞാൻ വായിച്ചിരുന്നു. ഓക്കെ, ടെലികോം ഭീമന്മാരെല്ലാം തങ്ങളുടെ സേവന നിരക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കണക്ടിവിറ്റിയിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച് റിലയൻസ് ജിയോ തങ്ങളുടെ എയർ ഫൈബർ, സ്പേസ് ഫൈബർ സേവനങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുകയാണ്. ഒക്കെ സേവനങ്ങളിൽ ഇത്രയധികം പുതുമ സൗകര്യങ്ങളും നടപ്പിലാക്കുന്ന ജിയോ തങ്ങളുടെ 5G പ്ലാനുകളുടെ താരിഫ് പ്രൈസ് ഉയർത്തുമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആശങ്ക. ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം ജിയോ ആയാലും എയർടെൽ ആയാലും വോഡഫോൺ ഐഡിയ ആയാലും ഇവരൊക്കെ അവരുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് കാണുന്ന സമയം തന്നെ ഇപ്പോൾ ജിയോ ആണ് ഏറ്റവും കുറച്ച് കൊടുക്കുന്നത് എൻ്റെ അഭിപ്രായത്തിലൊക്കെ. പിന്നെ അവർ 5G അത്യാവശ്യം നല്ല സ്പീഡിൽ 5G ആണ് 5G യൂസ് ചെയ്യണത്. അപ്പോൾ ഇനി ഇതിൽ അവർ പ്രൈസ് കൂട്ടുമെന്നതാണ് ഒരുപാട് വലിയ ആശങ്ക. ഒക്കെ 5G വന്നാൽ വില കൂടുമെന്നാണ് ഇപ്പോൾ വരുന്ന ന്യൂസ്. അതിൻ്റെ റിപ്ലൈ ആയിട്ട് ജിയോ തന്നെ എത്തിയിട്ടുണ്ട്. ഓക്കെ, വോഡഫോൺ ഐഡിയ, എയർടെൽ തുടങ്ങിയ ടെലികോം കമ്പനികൾ താരിഫ് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിലാണ് മുകേഷ് അംബാനിയുടെ ഉടമസ്ഥയിലുള്ള ജിയോയിൽ 5G പ്ലാനുകൾ വില ഉയർത്തുമെന്ന വാർത്തകൾ വരുന്നത്. സേവനങ്ങളുടെ നിലവാരം ഉയർത്തുന്നതനുസരിച്ച് താരിഫ് പ്ലാനുകളുടെ വില വർദ്ധിപ്പിക്കുമെന്നതിൽ ജിയോ തന്നെ വ്യക്തത നൽകിയിരിക്കുകയാണ്. ഓക്കെ, വ്യക്തത വായിച്ചുതരാം. റിലയൻസ് ജിയോ തങ്ങളുടെ താരിഫ് പ്ലാനുകളുടെ നിരക്കുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കില്ലെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ തൽക്കാലത്തിന് പ്ലാന് വർദ്ധിപ്പിക്കില്ല. പക്ഷേ കേട്ടോളൂ, 5G പൂർണ്ണമായി അവതരിപ്പിക്കുമ്പോൾ റീചാർജ് നിരക്കും ഉയർത്തുമെന്നതായിരുന്നു ആശങ്ക. 200 ദശലക്ഷത്തിലധികം വരുന്ന മൊബൈൽ ഉപഭോക്താക്കൾ ഇപ്പോഴും 2Gയിൽ തുടരുകയാണെന്നും ഇവർക്ക് ഡിജിറ്റൽ ശാക്തീകരണം നൽകുക എന്നതാണ് ലക്ഷ്യമെന്നും ജിയോ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനായി വില കുറച്ച് 5G പ്ലാനുകൾ അവതരിപ്പിക്കുന്നതിനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്.